ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ ഒരു കിടിലിനൊരു ട്രിപ്പ് പോകുവാണ്. സമയം എന്ന് പറയുന്നത് 6:15 കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ശരിക്കും ആദ്യമായിട്ടായിരിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു പുതിയൊരാളും കൂടെ ഉണ്ട്. പുതിയതല്ല എന്നാൽ പോലും പുതിയതാണ്. അത് ആരാന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. അപ്പോൾ ഞാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാം. രാവിലെ നോക്കി അല്ല, കിട്ടിലിനൊരു ആംബിയൻസ് ആണ് ഇവിടെ മൊത്തം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പതുക്കെ അങ്ങോട്ട് പോവാം. പുള്ളിയമ്മല ടൗൺ കഴിഞ്ഞിട്ടുണ്ട്. ടൗണല്ല, ചെറിയൊരു ജംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നമ്മൾ നേരത്തെ പോയിട്ടുണ്ട്. എന്നാൽ പോലും ഒന്നുകൂടെ പോകാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ആദ്യമേ പറയാം കേട്ടോ. ഇത് കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമാണ്. ആദ്യമേ, അതായത് തലേന്ന് മഴ പെയ്തിട്ട് അതിൻ്റെ അടുത്ത ദിവസം രാവിലെ മഴ ഇല്ലെങ്കിൽ പോകണമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അവിടെ ഫുള്ള് മഞ്ഞ് ഇങ്ങനെ മറ്റേ കയറി കിടക്കുന്ന കാണാം. അതായത് നമ്മുടെ എന്താ പറയുന്നത്, മീശപ്പുലിമലയിലൊക്കെ ഇങ്ങനെ മഞ്ഞ് കയറി കിടക്കത്തില്ലേ, ആ ഒരു സെറ്റപ്പിൽ തന്നെ അവിടെ മഞ്ഞ് കയറി കിടക്കുന്ന കാണാൻ. ആ ഒരു വ്യൂ കിടിലം വ്യൂ ആട്ടോ. പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മേട്ടുക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരു വഴിയും കിടിലം വഴിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വഴി എന്ന് പറയുന്നത് ഓഫ് റോഡ് റൂട്ടാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സീനില്ല, എന്നാലും കുറച്ച് ഭാഗങ്ങളിൽ ടാസ്ക് ആയിട്ട് കാണുമായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അതായത് നമ്മുടെ ട്രാക്ഷൻ 4ൻ്റെ ഒരു വോയിസ് ഒക്കെ ഇട്ട് ഒരു കിടിലിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല റീച്ചായി പോയിട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് കയറി നോക്കുക. ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചുമ്മാ സീൻ വീഡിയോ ആണ്, അത് കണ്ടു നോക്കുക. ഇതിൻ്റെ അകത്ത് സമയം കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8:45 അപ്പോൾ അത് നോക്കണ്ട. സമയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു 6:30 ആകാറായി കാണും. ഓൾമോസ്റ്റ് ഒരു 10-20 കിലോമീറ്റർ താഴെയുള്ള ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ സംഭവം കിടിലം കേട്ടോ. നമ്മളതിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അത് 2 പാർട്ടാണ്. അത് 2 വണ്ടിയാണ് പോകുന്നത്. അതായത് നമ്മുടെ ഈ വണ്ടിയും പിന്നെ ഒരു NS ആണ് കൊണ്ടുപോയത്. ആ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് കയറി നോക്കുക. അത് ഫുള്ള് മഴ ആ ഒരു ടൈമിൽ പോയതാണ്. അത് ചുമ്മാ കിടിലിനായിരുന്നു കേട്ടോ. ഫുള്ള് മഞ്ഞൊക്കെ കയറി വേറെ വൈബായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളോ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. സോളോ ആയിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സോളോ ആയിട്ട് പോകുന്നതിന്. ഈ ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ഈ ഒരു റൂട്ട് ഇഷ്ടം പോലെ തവണ പോയിട്ടുള്ള ഒരു റൂട്ടാണ്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആമയാറാണ്. നമുക്ക് തിരിഞ്ഞു പോകേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ചപ്പുറത്തു നിന്നാണ് നമ്മൾ പോകുന്ന. ആ ഒരു സ്ഥലം വണ്ടമേട് എന്ന് പറയുന്നതിൻ്റെ കുറച്ചപ്പുറത്ത് മാലി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ അപ്പുറത്താട്ടോ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ടേൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്മുടെ ഗണപതിയുടെ ഒരു കിടിലിനൊരു ശില്പം ഇരിപ്പുണ്ട്. അപ്പോഴേക്കും ഇതിൻ്റെ അടുത്തു നിന്ന് നേരെ ഈ റൈറ്റ് കിടക്കുന്ന ഈ ഒരു വഴി കയറുക. അയ്യോ, പുറകെ നേരെ ഒരു സ്കിഡായി കേട്ടോ അവിടെ. എൻ്റെ മോനെ രാവിലെ തന്നെ ചുമ്മാ വിഷയമാണല്ലോ. അതായത് വണ്ടി അവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു നിരക്കൊക്കെ നിരക്കി. പിന്നെ ഒന്നും സീനുള്ള കേസില്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ കൊക്കൊക്കെ പറന്നു വന്ന് നോക്കി. രാവിലെ തന്നെ ആയതുകൊണ്ട് വേറെ കിടിലം വൈബാണ്. അയ്യോ, ഫുള്ള് ആ ഒരു സൈഡെല്ലാം നല്ല മഞ്ഞായിട്ട് നിൽക്കുവാണ്. ഇത് നോക്കി എന്ത് രസമല്ലേ. അപ്പം അവിടെ നിങ്ങൾ ആ ബോർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നേരെയാണ് നമുക്ക് മേട്ടുക്കുഴിക്ക് പോകേണ്ടത്. അതിൽ ലെഫ്റ്റ് വരുന്ന വഴി ഇറങ്ങുവാണെങ്കിൽ നമ്മളിപ്പം വന്ന ആ ഒരു മെയിൻ റോഡിൽ തന്നെ ചെന്ന് ചാടുന്നതായിരിക്കും. നമുക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൂട്ടാണ് പോകേണ്ടത്. ഈ മണ്ടേ കാണുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്, അതായത് വണ്ടമേട് പോലീസ്. അപ്പോൾ ഈ ഒരു റൂട്ട് ടാറൊക്കെ ചെയ്തു കേട്ടോ. എൻ്റെ മോനെ, നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂട്ട് ഫുള്ള് പോയി കിടക്കുവാണ്. ഈ റൂട്ട് വഴി നമുക്ക് ശരിക്കും പറഞ്ഞാൽ കട്ടപ്പനയ്ക്ക് പോവാം. പക്ഷെ അന്ന് മൊത്തം മഴയായിരുന്നു. ഇന്നങ്ങനല്ല, ഇന്ന് കിടിലം കാലാവസ്ഥയാണ്. ഇവിടെ ഏലമാട്ടോ, ഈ 2 സൈഡ് ഫുള്ള് ഏലമാണ്. പിന്നെ ആകെയുള്ളൊരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അവിടെ കുറച്ച് ടാസ്ക് ഉള്ള സ്ഥലമുണ്ട്. കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റേ സിനിമയ്ക്കത് നമ്മൾ എന്ത് ചെയ്യും? മല്ലയ്യ. ആ മല്ലയ്യ നമ്മുടെ അടുത്ത് ഇല്ല ഗൈസ്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറും. പിന്നല്ല, കയറാതെ അവിടെ പോവാൻ പവർ. അങ്ങനെ നമ്മൾ മാലി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് മാലി എന്ന് പറയുന്ന ഒരു സ്ഥലം കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുള്ള് തമിഴ് ടച്ചാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയാൻ പാടില്ല. ഇവിടെ കൂടുതലും തമിഴ് ആൾക്കാരാണ്.
നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അത് ഈ ഒരു ഭാഗത്തൊക്കെ ചെറുതായിട്ട് മഞ്ഞിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു LP സ്കൂളും കണ്ടായിരുന്നെന്ന് തോന്നുന്നു, ഗവൺമെൻറ്റിൻ്റെ. ശരിക്കും കാണാൻ പറ്റിയില്ല. അത് ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം നല്ല രീതിക്ക് മഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ അവിടെ ചെല്ലുമ്പോൾ ഈ അവസ്ഥയാണെങ്കിൽ ഞാൻ എന്തായാലും ആ കാഴ്ച കാണാതെ ഞാൻ അവിടെ നിന്ന് വരത്തില്ല കാഴ്ച. സത്യം പറയാമല്ലോ, ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് നമ്മൾ അതിന് വേണ്ടി മാത്രമായിട്ട് പോകുന്നത്. അന്ന് പോയപ്പോഴേക്കും ഫുള്ള് മഞ്ഞായിപ്പോയി. മഴയായിരുന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഇത് കിട്ടിയില്ല. ഈ തവണയെങ്കിലും എനിക്കത് കിട്ടണം, കിട്ടാതെ ഞാൻ പോകത്തില്ല. അയ്യോ അയ്യോ അയ്യോ, വളവ് തീരുന്നില്ലല്ലോ, കാണത്തുമില്ല തീരുന്നുമില്ല. നമുക്ക് കയറി പോകേണ്ട ഒരു വഴിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് മോശമായെന്ന് വഴി. ഒരു ഡോഗ് സോൺ കൺട്രി 2 വരുന്ന വഴിക്ക്. പടാ ദേ ഇതിലെല്ലാം കണ്ട വഴി എല്ലാം ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ചെറിയൊരു വീട് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഒരു സമയമില്ല, സമയം കളയാനൊന്നുമില്ല ഗൈസ്. ഇവിടെ അത്യാവശ്യം എന്താ പറയുന്നത്, ഇതുപോലെ കല്ലിട്ട് വെച്ചിട്ടുണ്ട്. അയ്യോ, അതിന് മുമ്പ് ഞാനൊന്ന് ക്യാമറയൊന്ന് നോക്കട്ടെ, ക്യാമറ വല്ലോ ഇതൊക്കെ ഇരിപ്പുണ്ടോന്ന്. അയ്യോ, ഈ ഒരു ഭാഗം മൊത്തം മഞ്ഞായിട്ട് കിടക്കുക കേട്ടോ. എൻ്റെ പൊന്നേ, ഞാൻ ഉദ്ദേശിച്ച ഇത് കിട്ടുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മളന്ന് ഈ ഒരു വഴിയൊക്കെ കയറിപ്പോയായിരുന്നു. അയ്യോ, വരുന്ന വഴിക്ക് ഇത് ചെളിക്കകത്തൂടെ പോകണോ? ചെളിക്കകത്തൂടെ പോ. എൻ്റെ പോന് എന്തായാലും പുറകെ മൊത്തം ചെളി അടിച്ച് കയറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, പുറകെ മട്ടുകാടില്ല. എനിക്ക് ഈ റൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു അന്ന് കിടന്നത്. കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ട്. പക്ഷെ അടി സെറ്റ് അവിടെ അവരുടെ എക്സ്പൾസ് ഉണ്ടായിരുന്നത് ആണോന്ന് അറിയത്തില്ല. ഓ, ഇവിടെ ആയിരുന്നു കേട്ടോ അന്ന് സീന്. പക്ഷേ ഇപ്പോഴും അയ്യോ, കയറി സീനൊന്നുമില്ല. പോയി നമുക്ക് ഇതൊക്കെ ചുമ്മാ പീസ് മൈൻഡ് അടിക്കാനുള്ളേ ഉള്ളൂ. ഇതിലും വല്ലത് ചെയ്തിട്ടുണ്ട്. അയ്യോ, വണ്ടി ഗ്രിപ്പൊന്നും കിട്ടുന്നില്ല കേട്ടോ. പക്ഷെ അന്ന് വന്ന ആ ഒരു വൈബൊന്നും ഇപ്പം കിട്ടുന്നില്ല. എന്താണെന്നറിയത്തില്ല. അന്നെന്ന് പറഞ്ഞുണ്ടല്ലോ, അത് അയ്യോ ബ്ലഡി ഫുൾ കണ്ണിനട്ട് അടിക്കുന്നു. ഒരു കമ്പ് വന്ന് കണ്ണിനട്ട് ഒറ്റ അടി കേട്ടോ. ഓ, എൻ്റെ വരെ തോന്നിക്കേ, അയ്യോ പായല കേട്ടോ. ഇതിലൊന്നും ആരും പോവാറില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, മൊത്തം പായലാണ്. തോന്നിക്കേ, ഫുള്ള് പായലായിട്ടാണ് കേട്ടോ കിടക്കുന്നേ. അയ്യോ ഓ, ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു ക്ലൈമറ്റ് കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് അവിടെ ചെന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ അറിയത്തുള്ളൂ. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ, ഓ, പ്രതീക്ഷിച്ച ആ സാധനം ഇല്ല ഗുയ്സ്. അയ്യോ, നല്ല കുഴപ്പമില്ല, അത്യാവശ്യം സെറ്റ് വ്യൂ ഒക്കെ ഉണ്ട്. നമ്മൾ പക്ഷേ വണ്ടി കൊണ്ട് വെക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അങ്ങോട്ട് ഇറങ്ങിപ്പോകാനുള്ള വഴി. ഓക്കെ, ലെറ്റ്സ് ഗോ. അതിലേം പോവാം. പിന്നെ ഞാൻ ചുമ്മാ ഇല്ല എടുത്ത കേട്ടോ. ഇവിടെ ടെൻ്റൊക്കെ അടിച്ചാരോ കിടക്കുന്നുണ്ട് ഗുയ്സ്. എൻ്റെ പൊന്നെ, ചുമ്മാ സീൻ. വണ്ടി ഇവിടെ ഒരു ദിവസം നമുക്കും വരാം ടെൻ്റ് അടിക്കാൻ. ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തതാണ് ഇവിടെ ടെൻ്റ് അടിക്കണം, സെറ്റപ്പൊക്കെ ചെയ്യണമെന്ന്. നോക്കിക്കേ, അങ്ങനെ നമ്മളിതേ ഫൈനലി ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. എന്തായാലും എണീക്കുവാണെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്തിട്ടൊക്കെ പോവാം. അപ്പോൾ ഇത് നോക്കിയേ, ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ചുമ്മാ സീനല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗം മൊത്തം മഞ്ഞായിട്ട് കിടക്കേണ്ടതാണ്. എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല, മഞ്ഞില്ല കേട്ടോ.
എനിക്ക് വിഷമമൊന്നുമില്ല, എന്നാലും കുറച്ച് സങ്കടമുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ ഒരു വ്യൂ കണ്ടോടെ രാവിലെ എണീറ്റ് ഇവിടെ വന്നതിന് കുറച്ച് സന്തോഷമുണ്ട്. കുറച്ചല്ല, വളരെ നല്ല സന്തോഷമുണ്ട്. ദേ അങ്ങൊരു പള്ളിയൊക്കെ കാണാം കേട്ടോ. നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും, പക്ഷെ എനിക്ക് കാണാം. ദേ ആ ഒരു ഭാഗമെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് മഞ്ഞായിട്ടാണ് കിടക്കുന്നത്. ഇവർക്കും അതേ അവസ്ഥയായിരിക്കും. ഇവരും പ്രതീക്ഷിച്ച ആ ഒരു വ്യൂ രാവിലെ കിട്ടി കാണത്തില്ല. കിട്ടിയൊന്നും അറിയത്തില്ല. എന്തായാലും സംഭവം സീനാണ്. ഇത് നോക്കിയാൽ നമ്മുടെ വണ്ടി ഇരിക്കുന്ന നോക്കി എന്ത് രസമായിരിക്കുന്നതെന്ന് കാണാനായിട്ട്. ആ ഒരു സൈഡിൽ ആ ഒരു അറ്റത്ത് ആ ഒരു പാറയുടെ എൻ്റെ മനസ്സിനൊരു സന്തോഷമുണ്ട് ഇതൊക്കെ കാണുമ്പോഴേക്കും. ഞാൻ അവിടെ പോയി നിന്നിട്ടും കൂടെ ഉള്ളൊരു വ്യൂ കാണിച്ചു തരാം. ചുമ്മാ സീനാണ് കേട്ടോ. കാരണം എന്താ പറയുന്നത്, വണ്ടി ആ ഒരു പാറയുടെ അറ്റത്തിരിക്കുന്ന പോലെയാണ്. തൂങ്ങിക്കേ എന്ത് രസമല്ലേ വണ്ടി ഇരിക്കുന്നത് കാണാനായിട്ട്. ചുമ്മാ വിഷയമാണ്. ഓ രക്ഷയില്ല കേട്ടോ. ഇവിടെ വെച്ച് ഇതേപോലെ വെച്ച് എടുത്തേക്കുന്ന ഫോട്ടോകൾ നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്. നിങ്ങൾ ഇൻസ്റ്റയിൽ കയറി നോക്കിയാൽ മതി. ഇൻസ്റ്റ ഐ ഡി ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കാം. എൻ്റെ പൊന്നോ എന്നെ രസമാണെന്ന് നോക്കിക്കേ. ഈ ഒരു പോയിൻ്റിൽ നിന്ന് വണ്ടി ഇരിക്കുന്ന നോക്കിക്കേ. എൻ്റെ പൊന്ന് ചുമ്മാ കിടിലിനാണ്. കിടിലിൽ നിന്നൊന്നും പറഞ്ഞാൽ പോരാ, അതുപോലെ രസമാണ് കേട്ടോ വണ്ടി ഇരിക്കുന്നത് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇവിടെ വന്ന് എന്ന് നോക്കിയാൽ മാത്രമേ ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം ഇവിടുന്ന് താഴേക്കെന്ന് പറയുന്നത് നല്ല രീതിക്ക് കുഴിയാണ്. പോയി കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് ഇതായി നമുക്ക് അങ്ങ് പോയി കിടക്കാം. അല്ലേ അവിടെ ചെന്നിട്ട് ആ വീട്ടിൽ തന്നെ ചേട്ടാ ഒരു ഗ്ലാസ് ചായ എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് നോക്കിയേ, എന്താല്ലേ ഞാൻ നമ്മുടെ കൂടത്തിയുള്ള ആളെ പരിചയപ്പെടുത്തിയില്ല, ഇപ്പം പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മുടെ കൂടത്തിയുള്ള ആളാരാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ദേ ഇവനാട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇത് കടിഞ്ചായ തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ നമുക്കിതേ ആ ഒരു പോയിൻ്റിൽ പോയി ഇതേ ആ ഒരു അറ്റത്തിരുന്നിട്ട് സാധനം കുടിക്കാം കേട്ടോ. അവിടുന്ന് ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കുഴി നിങ്ങൾ നോക്കിക്കേ. എന്തായാലേ അവൻ നമ്മുടെ സാധനവും കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ സാധനത്തിന് ഇച്ചിരി കടുപ്പം കൂടിപ്പോയിട്ടുണ്ട്. വേറൊന്നുമില്ല, ഞാൻ തന്നെയാണ് ഇട്ടത്, ഉറക്കപ്പിച്ച് ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ്. നിങ്ങൾ വേറൊന്നും വിചാരിക്കില്ല കേട്ടോ, സാധനം അത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു സാധനവും ഇത് നോക്കിയേ, ഈ ഒരു കിടിലം വ്യൂവിലും ഇന്ന് നമുക്കിത് നമ്മുടെ കാപ്പി കുടിക്കാം, അല്ല കടിഞ്ചായ കുടിക്കാം. നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇപ്പുറത്തെ സൈഡ് വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡ് നോക്കിയാൽ ഫുള്ള് മഞ്ഞൊക്കെ കയറി കിടക്കുന്നത്. ഈ സൈഡ് അത്യാവശ്യം കിടലിനാണ്. പക്ഷേ എന്നാൽ പോലും ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു സെറ്റപ്പ് കിട്ടിയിട്ടില്ല. പക്ഷേ സ്റ്റിൽ നല്ല രസമുണ്ട്. ഇതേ നമ്മുടെ സൂര്യൻ എവിടെ നിൽക്കുന്നുണ്ട്, എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ എന്ത് രസമാണെന്ന് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളും സെറ്റപ്പായിട്ട് ഈ ഒരു ഏരിയ ഫുള്ള് മഞ്ഞ് കയറി കിടക്കേണ്ടതാണ്. പക്ഷേ എന്തോ. അപ്പോൾ ആ കാണുന്നത് നമ്മുടെ കട്ടപ്പന ടൗൺ ആട്ടോ. ഇത് ആ ഒരു കാണുന്നത് ഫുള്ള്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ വന്നതിനേക്കാളും കുറച്ചുകൂടെ മഞ്ഞൊക്കെ കയറി വരുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ഫുള്ള് കയറി വന്ന് കിടക്കുന്ന കാണാൻ പറ്റുമായിരിക്കും. എന്തായാലും കുറച്ച് നേരം കൂടി ഇവിടെ നിന്നിട്ട് പോവാം. ഇപ്പോൾ സമയം ഏതാണ്ട് 7:15 ആയിട്ടുണ്ട്. ആ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. വണ്ടി ഇരിക്കുന്ന നോക്കി എന്ത് രസമല്ലേ കാണാനായിട്ട്. അതുകൂടാതെ ആ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫുള്ള് ആ ഒരു സ്ഥലം മഞ്ഞ് കയറി കിടക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സെറ്റപ്പ് ഇവിടെയും വരണ്ടയായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്തോ അറിയത്തില്ല. ചെന്നാൽ പോലും ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ചുമ്മാ സീൻ. അങ്ങനെ കുറേ നേരം നമ്മളിത് ഈ ഒരു സ്ഥലത്തിരുന്നു. ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് എന്താ പറയുന്നത്, കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയത് അങ്ങ് നിങ്ങൾക്ക് ഇതിൻ്റെ അത് കറക്റ്റ് കാണത്തില്ല. എന്നാൽ പോലും ഇത് അങ്ങ് അവിടെ ഒരു മലയുണ്ട്. ഇത് ഈ കാണുന്ന ആ മല, അതിൻ്റെ ടോപ്പിലൊരു കിടിലൻ സ്പോട്ടുണ്ട് കേട്ടോ. അതെവിടാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ആ ഒരു സ്ഥലം അത് എപ്പോഴേലും ഞാൻ അവിടെ പോയിരിക്കും. കാരണം അവിടുന്ന് കിട്ടുന്നൊരു വ്യൂ ചുമ്മാ സീൻ വ്യൂ ആയിരിക്കും. അത് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും കേട്ടോ. ഞാൻ പറഞ്ഞ കട്ടപ്പന ആ സൈഡാണ്. ഇതെനിക്ക് തോന്നുന്നത് ആനവിലാസം പോകുന്ന ഒരു റൂട്ടായിരിക്കും ആ കാണുന്നത്. കറക്റ്റ് അറിയാൻ പാടില്ല. അത് ഒക്കെ ഏതൊക്കെയോ സ്ഥലങ്ങളാണ്, അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല കേട്ടോ. പക്ഷേ എന്തായാലും ചുമ്മാ സീനാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം. ഇവിടെ എല്ലാം നല്ല രീതിക്ക് മഞ്ഞുണ്ട്. ഈ ഒരു ഭാഗത്തെല്ലാം സൂര്യനെല്ലാം മായ്ച്ചു കളഞ്ഞു, അതായത് മായ്ച്ച് കളഞ്ഞു. ഇത് കണ്ടില്ലേ ഫുള്ള്. നമ്മുടെ ചെറുക്കനും ദേ അവിടെ ഇരിപ്പുണ്ട്. എന്ത് രസമെന്ന് നോക്കി അവിടെ ഇരിക്കുന്ന കാണാനായിട്ട്. അപ്പോൾ ഇത് നോക്കിയേ, വണ്ടി ഞാൻ കൊണ്ടുവച്ചേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണുന്ന പോലല്ലേ, ഇവിടുന്ന് നല്ല കുഴിയാണ്. അതായത് നേരെ സ്ട്രെയിറ്റ് താഴേക്ക് തന്നെയാണ്. നമ്മുടെ വണ്ടി ഈ ഒരു അറ്റത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ദേ സൂര്യൻ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പുറയിലേക്ക് ഇറക്കാൻ ഇച്ചിരി ടാസ്ക് ആയിരിക്കും, എന്നാലും സീനില്ല. ലെറ്റ്സ് ട്രൈ.
എന്നൊരു വിഷയമുള്ള കേസല്ല കേട്ടോ. അയ്യോ, ഇവിടെ ഒന്ന് സ്റ്റക്കായി പോയല്ലോ. കുഴപ്പമില്ല, ഓക്കെ. നോ പ്രോബ്ലം ബേബി. അങ്ങനെ ഫൈനലി നമ്മളിത് ഇവിടുന്ന് പോകുവാണ്. ആ ഒരു ഭാഗത്തൊക്കെ മഞ്ഞൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം പോയി തുടങ്ങി. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ അവരോട് സ്ഥലം ചോദിച്ചായിരുന്നു. പട്ടാമ്പി എന്നാണെന്ന് തോന്നുന്നു, പറഞ്ഞതെന്ന് തോന്നുന്നു. അയ്യോ, കറക്റ്റ് സ്ഥലം ഓർക്കുന്നില്ല കേട്ടോ. അവരൊത്തിരി മിണ്ടാനൊന്നും കൂട്ടാക്കിയില്ല, എന്നാലും കൊള്ളാം, ഒരു വൈബ്. ഞാൻ ചുമ്മാ ഇതിലേക്ക് ഡ്രിഫ്റ്റൊക്കെ അടിച്ചാണ് വരുന്നത്. എനിക്ക് ചുമ്മാ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയാൻ പാടില്ല, നല്ല രസമുണ്ട്. അയ്യോ, ചെളിക്കകത്ത് പോയില്ല. ഇന്ന് വരാൻ ഒരു കാരണവും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡ് അടിക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. കുറച്ച് സെറ്റപ്പായിട്ട് അടിക്കണമെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം സീനൊന്നും ഇല്ലാതെ പോയിട്ട് വരാൻ പറ്റിയൊരു റൂട്ടുമാണിത്. കുറച്ച് എൻജോയ്മെൻറ്റും അടിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേ വന്നത്. ഇതിലേന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ഥലത്ത് വരണമെന്ന് അവൻ കുറച്ചുകൂടെ ഒരാഗ്രഹവും കൂടെ ഉണ്ടായിരുന്നു, ഈ ഒരു സ്ഥലത്തേക്ക് വരണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം തന്നെ തീരുമാനിച്ചത്. രാവിലെ ഞാനാണെങ്കിൽ 5:30 എണീറ്റ് ഞാൻ തന്നെ വെച്ച കാപ്പിയാണത്. അതുകൊണ്ടാണ് ഇച്ചിരി കടുപ്പം കൂടിപ്പോയത്. ഉറക്കപ്പിച്ചായിരുന്നു, അതുകൊണ്ടൊക്കെയാണ്. പക്ഷെ സീനില്ലായിരുന്നു കേട്ടോ, നല്ല സൈനുമായിരുന്നു. സത്യം, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, നല്ല ഇതായിരുന്നു. അയ്യോ, ഈ ഒരു കയറ്റമൊക്കെ കയറി പോകുന്ന നല്ല കിടിലം വീഡിയോ ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനൊന്നും അല്ലായിരുന്നു അന്ന് ചുമ്മാ അയ്യോ, അത് കറക്റ്റ് വന്ന് കണ്ണിനിട്ടാണ് അടിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയിൽ ഇപ്പം വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, കാരണം അതേ അടിച്ച് എങ്ങാനും തെറിച്ചിട്ടുണ്ടല്ലേ, ക്ഷമിക്കുക. കാരണം ഇപ്പം എനിക്ക് തുടയ്ക്കാനൊരു മൈൻഡ് വരുന്നില്ല, നിർത്തി തുടയ്ക്കണം. ഇപ്പോഴാണെങ്കിൽ ഈ ഒരു വൈബിൽ നമുക്ക് അങ്ങനെ അങ്ങ് പോവാം കേട്ടോ. ഡ്രിഫ്റ്റ്. ഒത്തിരി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ചെളിയാകും. ഞാൻ വെറുതെ രാവിലെ ചെളി കുളിച്ച് പോകണമെന്ന് ആഗ്രഹമില്ല ഗൈസ്. അതിൻ്റെ കൊടുത്ത് പസുമാമയും ഓക്കെ ഒതുക്കി കൊടുത്തേക്കാം. ഒരു രാവിലെ എസ്റ്റേറ്റ് വല്ലതും പോകുന്നതായിരിക്കും. എന്തേ പസുമാമ രാവിലെ. ഓയ് മാമ, എൻ്റെ മാമനും ഉണ്ട്. അങ്ങനെ നമ്മളിത് ഈ ഒരു സ്ഥലത്തു നിന്ന് തിരിച്ച് മെയിൻ റോഡിലെത്താറായി. അങ്ങനെ നമ്മളിത് തിരിച്ച് റോഡിൽ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ. കുറേ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മളവിടെ ഒരു 6:45 മുമ്പ് വന്നതാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 8 മണി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവിടെ ഇരിക്കുന്നു, ആ വ്യൂ കാണുന്നു. എൻ്റെ ഓനെ ആ ഒരു വ്യൂ എന്തൊക്കെ പറഞ്ഞാൽ സീനാണ്. ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയില്ലേ പോലും. രാവിലെ എണീറ്റ് അവിടെ വരെ വന്നതിൻ്റെ ആ ഒരു ഉള്ളത് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ സന്തോഷം. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു പോയ വഴിയാണ് കുറച്ചുകൂടെ ഇഷ്ടം. പണ്ടത്തെ അത്ര ടാസ്ക് തോന്നുന്നില്ല കേട്ടോ, പക്ഷേ ഇതൊക്കെ ഒരു വൈബല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ ഒത്തിരി ഒന്നുമില്ല, നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോകുകയാണ്, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.